പിറന്നു വീണ നാൾ മുതൽ ഇസ്രായേലിന്റെ ഉറ്റ സുഹൃത്തായ അമേരിക്കയ്ക്ക് എന്താണ് ഇപ്പോഴൊരു മനംമാറ്റം? ഇസ്രായേലിനോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താൻ അമേരിക്ക നിർബന്ധിതമാകുന്നു. പലസ്തീൻ ജനതയ്ക്ക് നേരെ ആക്രമണം നടത്തിയ 4 ഇസ്രായേലി കുടിയേറ്റക്കാർക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കണക്കിലെടുക്കുമ്പോൾ അസാധാരണ സംഭവമാണ്. വെസ്റ്റ് ബാങ്കിൽ ആക്രമണത്തിന് ആഹ്വാനം നൽകുകയോ നേതൃത്വം നൽകുകയോ ചെയ്യുന്നവർക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ അനുവദിക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡറിലാണ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെച്ചത്. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാത്ത അമേരിക്കയും ബ്രിട്ടനും 75 വർഷത്തിനു ശേഷം ആ നിലപാടിൽ മാറ്റം വരുത്തിയേക്കുമെന്നുള്ള വിലയിരുത്തലുകളും പുതിയ സംഭവവികാസത്തോടെ ചർച്ചയാകുന്നുണ്ട്. പഴകും തോറും വീര്യം കൂടുന്നതായിരുന്നു അമേരിക്ക ഇസ്രായേൽ നയതന്ത്ര ബന്ധം. ഇപ്പോൾ ഗാസ ജനതയെ കൊന്നൊടുക്കുന്നതിന് ഇസ്രായേൽ ഉപയോഗിക്കുന്നതിൽ കൂടുതലും അമേരിക്കൻ ആയുധങ്ങളാണ്. 1950 മുതൽ 2022 വരെ യുദ്ധവിമാനങ്ങളും സൈനിക വാഹനങ്ങളും മിസൈലുകളും വിവിധ തരം ബോംബുകളുമടക്കം 70,000-ഓളം ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയത്. 2023 മാത്രം വിമാനങ്ങളും മിസൈലുകളും ഉൾപ്പെടെ 16 തരം വ്യത്യസ്ത ആയുധങ്ങളും നൽകി. ആ കണക്കുകൾ പരസ്യപ്പെടുത്തിയിട്ടില്ല. ഇസ്രായേലിന്റെ പ്രതിരോധ ബജറ്റിന്റെ 15% അമേരിക്കയുടെ സഹായമാണ്. ഈ ദൃഢബന്ധത്തിലാണ് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നത്. ഇസ്രായേൽ സ്ഥാപിതമായതിനു ശേഷം ഇതാദ്യമായാണ് ഏതെങ്കിലും ഒരു അമേരിക്കൻ ഭരണകൂടം ഉപരോധം പോലുള്ള കടുത്ത നടപടി സ്വീകരിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ സൈന്യം ഒക്ടോബർ 7 മുതൽ നടത്തുന്ന നരനായാട്ടിന് പുറമെ വെസ്റ്റ് ബാങ്കിലെ 500-ലേറെ ഇസ്രായേലി കുടിയേറ്റക്കാർ അവിടെയും പലസ്തീൻ ജനതയ്ക്ക് നേരെ അതിക്രമം കാട്ടിയെന്നാണ് UN മനുഷ്യാവകാശ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഈ അതിക്രമങ്ങളിൽ ഒരു കുഞ്ഞുൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു, 115 പേർക്ക് പരുക്കേറ്റു. കഴിഞ്ഞ 3 വർഷമായി ഇസ്രായേലി കുടിയേറ്റക്കാർ വെസ്റ്റ് ബാങ്കിൽ നടത്തുന്ന ആക്രമണങ്ങൾ പെരുകുകയാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം അതിക്രമങ്ങൾ ഇരട്ടിച്ചു. നിലവിലെ ഉത്തരവ് പ്രകാരം ഡേവിഡ് ചായ്, ഇനോൻ ലെവി, ഐനാൻ തഞ്ചിൽ, ഷാലോം സീച്ചർമാൻ എന്നിങ്ങനെ 4 ഇസ്രായേലി കുടിയേറ്റക്കാർക്കെതിരെയാണ് ഉപരോധം. കഴിഞ്ഞ നവംബറിന് ശേഷം പലതവണ മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് അമേരിക്ക കടുത്ത നടപടിയിലേക്ക് കടന്നത്. അറബ് അമേരിക്കൻ വിഭാഗം കൂടുതലായുള്ള മിഷിഗണിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പാണ് ബൈഡൻ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെച്ചത്. ഈ വിഭാഗത്തിനിടയിൽ ഡെമോക്രാറ്റുകൾക്ക് മുമ്പുണ്ടായിരുന്ന പിന്തുണ ഗാസയിലെ അധിനിവേശത്തിന് ശേഷം കുറഞ്ഞിരുന്നു. മിഷിഗണിലെത്തിയ ബൈഡന് അവിടെ പ്രതിഷേധവും നേരിടേണ്ടി വന്നു. അമേരിക്കൻ വലതുപക്ഷത്തിന്റെ നിരുപാധിക പിന്തുണയുള്ള ഡൊണാൾഡ് ട്രംപ് എതിർഭാഗത്ത് കരുത്താർജിക്കുമ്പോൾ ബൈഡന് ഉള്ള പിന്തുണ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. യുക്രൈൻ ഗാസ വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ ബൈഡന്റെ ജനപിന്തുണ ഇടിയാൻ കാരണമായിരുന്നു. ഗാസ വിഷയത്തിൽ അറബ് രാജ്യങ്ങളിൽ നിന്നടക്കം ബൈഡന് മേൽ സമ്മർദ്ദം ശക്തമാണ്. 4 കുടിയേറ്റക്കാർക്കെതിരായ ഉപരോധത്തിൽ അമേരിക്കൻ നടപടി ഒതുങ്ങില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. കടുത്ത വംശീയവാദികളും പലസ്തീൻ ജനതയ്ക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നവരുമായ ഇസ്രായേൽ മന്ത്രിമാരായ ബസ്ലേൽ സ്മോട്രിച്ച്, ഇറ്റാമിർ ബെൻ ഗിവർ എന്നിവർക്കെതിരെയുള്ള നടപടികളും പരിഗണനയിലുണ്ടെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കൻ നടപടിയോട് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പ്രതികരണം ബന്ധത്തിലെ വിള്ളൽ സൂചിപ്പിക്കുന്നതാണ്. വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി കുടിയേറ്റക്കാർ നിയമം അനുസരിക്കുന്ന പൗരന്മാരാണ്. ആക്രമണങ്ങൾക്കെതിരെ ഇസ്രായേൽ നടപടി എടുക്കാറുണ്ടെന്നും അതുകൊണ്ട് അമേരിക്കയുടെ കടുത്ത നടപടികൾ അസ്ഥാനത്താണെന്നും ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ബൈഡൻ ഇസ്രായേലി കുടിയേറ്റക്കാർക്കെതിരായ ആക്രമണങ്ങളെ നിയമവിധേയമാക്കുകയാണെന്നാണ് ധനമന്ത്രി ബസ്ലേൽ സ്മോട്രിച്ചിന്റെ ആരോപണം. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തി പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് പരിഗണിക്കുമെന്നാണ് US വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ പറയുന്നത്. അമേരിക്ക കാലങ്ങളായി തുടരുന്ന നിലപാടിൽ നിന്നുള്ള മാറ്റമാണിത്. ബ്രിട്ടനും ഇതേ നിലപാടിലാണ് ഇപ്പോൾ. പതിറ്റാണ്ടുകളായി പലസ്തീൻ ജനതയ്ക്കുമേലുള്ള അതിക്രമങ്ങളിൽ കണ്ണടച്ചിരുന്നവരാണ് അമേരിക്കയും ബ്രിട്ടനും. ഇതിൽ നിന്നുള്ള നയം മാറ്റം എപ്പോൾ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇനി അറിയേണ്ടത്.